നമസ്കാരം. ഇന്നലെ കേരളത്തിലെ ജനങ്ങൾ മനസ്സറിഞ്ഞ് സന്തോഷിച്ച ഒരു ദിവസമായിരുന്നു. ഞാൻ ഉൾപ്പെടെയുള്ള സാധാരണക്കാർ മനസ്സറിഞ്ഞ് സന്തോഷിച്ച് ചിരിച്ച ഒരു ദിവസമായിരുന്നു. അതിന് കാരണമുണ്ട്. നിലവിലെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ഈ പിണറായി വിജയന്റെ അരുമ മകൾ വീണ ഇന്നലെ ഇഡി ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ചോദ്യം ചെയ്യലിന് ഹാജരായി. അച്ഛൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ കാണിച്ച അഴിമതിയാണ്. ആ സമയത്ത് രജിസ്റ്റർ ചെയ്ത കേസാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. SFIO ഈ കേസ് അന്വേഷിച്ചു. പക്ഷേ അന്നൊക്കെ പിണറായി വിജയന്റെ സ്വാധീനം കൊണ്ട് മകളെ ഒന്ന് സമൻസ് അയക്കാൻ പോലും കഴിയാത്ത തരത്തിലായിരുന്നു കാര്യങ്ങൾ. എന്നാൽ സ്ഥിതി മാറിയതോടെ പിണറായി വിജയന് കീറക്കടലാസിന്റെ ഒരു വിലയുണ്ടാവുകയും ഇഡി ഉദ്യോഗസ്ഥർ അവരുടെ നടപടികളുമായി മുന്നോട്ട് പോവുകയും ചെയ്യുകയുമാണ്. അങ്ങനെ ചെയ്തപ്പോൾ വീണയ്ക്ക് വീണ്ടും സമൻസ് കിട്ടി. ആദ്യത്തെ തവണ വീണ ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ പറഞ്ഞ് ചോദ്യം ചെയ്യലിൽ നിന്ന് ഒഴിവായി. രണ്ടാമത് വീണ ഇന്നലെ ചോദ്യം ചെയ്യലിന് ഹാജരായി. ഇതാണ് ജനങ്ങൾക്ക്, ഞാൻ ഉൾപ്പെടെയുള്ളവർക്ക് സന്തോഷമുണ്ടാക്കിയത്. അതിന് കാരണമുണ്ട്. ഇന്നലെ ഒരു പ്രതിയായി ഉദ്യോഗസ്ഥരുടെ മുന്നിൽ തൻ്റെ അരുമ മകൾ ചോദ്യം ചെയ്യലിന് വേണ്ടി ഹാജരാകാൻ വരുമ്പോൾ പിണറായി വിജയൻ എന്ന അച്ഛൻ്റെ മനസ്സിലുണ്ടായിരുന്ന വികാരം എന്തായിരിക്കും? എത്രമാത്രം അയാൾ ദുഃഖിച്ചിട്ടുണ്ടാവും, സങ്കടപ്പെട്ടിട്ടുണ്ടാവും. ഒരുപക്ഷെ മിനിഞ്ഞാന്ന് രാത്രി അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ രാത്രി തന്നെ പിണറായി വിജയൻ ഉറങ്ങിയിട്ടുണ്ടാവില്ല. കാരണം പിണറായി വിജയന് മകളോടുള്ള ഒരു ഇഷ്ടം പലരും പറഞ്ഞു കേട്ടൊക്കെ നമുക്കറിയാവുന്നതാണ്. അതിനെക്കുറിച്ച് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് പിണറായി വിജയന്റെ സന്തത സഹചാരിയും മരണപ്പെട്ടു പോയ ആളുമായ പത്രപ്രവർത്തകൻ ബെർലിൻ കുഞ്ഞനന്ദൻ നായരുടെ പുസ്തകം പൊളിക്യാമറകൾ പറയാത്തത്. അതിൽ വ്യക്തമായി പറയുന്നുണ്ട്, 2000-ൽ SFI പിള്ളേരെ കേരളത്തിൽ സ്വാശ്രയ വിദ്യാഭ്യാസത്തിനെതിരെ സമരം നടത്താൻ ഇളക്കി വിട്ടിട്ട് അതേ സമയത്ത് തന്നെ അദ്ദേഹത്തിന്റെ അന്ന് പിണറായി വിജയന്റെ സുഹൃത്തായിരുന്ന ബെർലിനെ വിളിച്ചിട്ട് തൻ്റെ മകൾക്ക് കോയമ്പത്തൂരിലെ അമൃത ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരു സ്വാശ്രയ കോളേജായ അമൃത ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരു അഡ്മിഷൻ വേണമെന്നും അതിനുവേണ്ടി ലീലാകൃഷ്ണൻ നായരുടെ സഹായം തേടണമെന്നും പറഞ്ഞുകൊണ്ട് പിണറായി വിജയൻ പറഞ്ഞത്. അതേക്കുറിച്ച് ബെർലിൻ കുഞ്ഞനന്ദൻ നായർ ആ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അതിന് പിന്നീട് ഇവർ കോയമ്പത്തൂരിലേക്ക് പോകുന്നു. കോയമ്പത്തൂരിൽ വീണയ്ക്ക് പ്രവേശന പരീക്ഷ പോലും എഴുതാതെയാണ് അവിടെ അഡ്മിഷൻ അന്ന് കിട്ടിയത്. അതേക്കുറിച്ചൊക്കെ പലർക്കും അറിയാവുന്നതാണ്, ഞാൻ അതേക്കുറിച്ച് പറയുന്നില്ല. അപ്പോൾ അത്രയ്ക്ക് മകളെ സ്നേഹിക്കുന്ന ഒരു അച്ഛനായിരുന്നു പിണറായി വിജയൻ. അപ്പോൾ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് നിരവധി പേര്, ഞാൻ ഉൾപ്പെടെയുള്ള നിരവധി പേരെ പീഡിപ്പിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. ആദ്യം സ്വപ്ന സുരേഷിന്റെ കാര്യം എടുക്കാം. ഇവർക്ക് വേണ്ടി സ്വർണ്ണക്കടത്ത് ഉൾപ്പെടെയുള്ള പല വിഷയങ്ങളിലും ആ സ്ത്രീയെ പങ്കാളിയാക്കി. അവർക്ക് ഇതിനെക്കുറിച്ചുള്ള യാതൊരു ധാരണയുമില്ലായിരുന്നു. എന്ന് മാത്രമല്ല, ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും സത്യസന്ധയും ഏറ്റവും മാന്യയായിട്ടുള്ള ഒരു സ്ത്രീയുമാണ് സ്വപ്ന സുരേഷ്. ആ സ്വപ്ന സുരേഷിനെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് കൈവിട്ടു പോയി സ്വർണ്ണക്കടത്തെല്ലാം പുറത്തു വന്ന സമയത്താണ് കോവിഡ് ലോക്ക്ഡൗൺ നിലനിൽക്കുന്ന സമയത്ത് അവരെ കൊലപ്പെടുത്താനായി പിണറായി വിജയൻ കൊടുത്തുവിട്ടത്. അതൊക്കെ അവരുടെ ആ ഒരു ചതിയുടെ പത്മവ്യൂഹം എന്നുള്ള ഒരു പുസ്തകത്തിൽ അവർ പറയുന്നുണ്ട്, പല അഭിമുഖങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. അത് പിണറായി വിജയന്റെ മകളുടെ പ്രായം മാത്രമുള്ള ഒരു സ്ത്രീയാണെന്ന് കൂടി ഓർക്കണം. അതുപോലെ തന്നെ മാധ്യമപ്രവർത്തകരെ, ഞാൻ, ക്രൈം നന്ദകുമാർ, അഡ്വക്കേറ്റ് KM ഷാജഹാൻ, മറുനാടൻ ഷാജൻ സ്കറിയ, അങ്ങനെ നിരവധി പേരെ, എന്തിനാണ് മറുനാടനൊക്കെ 100 കേസുകളിൽ കൂടുതലുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അദ്ദേഹമൊക്കെ 2 മാസത്തോളം ഒളിവിലായിരുന്നു. പിണറായി വിജയന്റെ ഒരു വാലാട്ടി ഉണ്ടായിരുന്നു തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് സ്റ്റേഷനിൽ, ഹരിലാൽ. അയാളാണ് പല്ല് പോലും തേക്കാതെ എന്നും രാവിലെ അവിടെ മറുനാടൻ്റെ ഓഫീസ് റെയ്ഡ് ചെയ്യാനും മറുനാടൻ്റെ ഓഫീസിലെ ജീവനക്കാരുടെ വീടുകൾ റെയ്ഡ് ചെയ്യാനും ഒക്കെ മുൻകൈയെടുത്തത്. അതിനുശേഷം എന്നെ അറസ്റ്റ് ചെയ്തതും അയാളാണ്. തിരുവനന്തപുരത്ത് നിന്ന് ഹരിപ്പാട് വരെ എന്നെ പിന്തുടർന്ന് വന്ന് ഒരു ഫോൺ കോൾ ചെയ്താൽ പോലും നമ്മൾ സ്റ്റേഷനിൽ ഹാജരാകുമെന്നിരിക്കെ, അല്ലെങ്കിൽ ഞാൻ പ്രതിയായിട്ടുള്ള ഒരു കേസ്, അതൊരു SC/ST അട്രോസിറ്റീസ് ആക്ട് പ്രകാരമുള്ള ഒരു കേസായിരുന്നു. ആ കേസ് അന്വേഷിച്ചിരുന്നത് എറണാകുളം ജില്ലാ ക്രൈംബ്രാഞ്ച് ആയിരുന്നു. പക്ഷെ അവർ പോലും അറിയാതെയാണ് ഈ ഹരിലാൽ വന്ന് എന്നെ 120 കിലോമീറ്റർ വന്ന് എന്നെ പിടിച്ചത്. അന്ന് രാവിലെ തന്നെ എൻ്റെ അന്നത്തെ സഹപ്രവർത്തകനും ഈ കേസിലെ 2ാം പ്രതിയുമായ സുദർശൻ നമ്പൂതിരിയെ അറസ്റ്റ് ചെയ്തിരുന്നു. 19 ദിവസമാണ് ഞങ്ങൾ അന്ന് ജയിലിൽ കിടന്നത്. ആ ജയിലിൽ കിടക്കുന്ന ഓരോ സമയം നമ്മളൊന്ന് ആലോചിച്ച് നോക്കും. നമ്മൾ ചെയ്യാത്തൊരു തെറ്റിന്റെ പേരിൽ ഗൂഢാലോചന കുറ്റം വരെ ചുമത്തി CPM-കാരാണ് ചുമത്തി നമ്മളെ 19 ദിവസം, നമ്മുടെ ജീവിതത്തിലെ 19 ദിവസം നമ്മളെ ജയിലിൽ അടയ്ക്കുന്നു. നമ്മൾ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ജയിലിൽ കിടക്കുന്നതിനൊരു പ്രശ്നമില്ല. എന്തുകൊണ്ടാണ് നമ്മൾ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടാതെ കഴിയുന്നതും ഒഴിഞ്ഞ് ജീവിച്ചു പോകുന്നത്? നമുക്ക് ജയിലിൽ കിടക്കാനൊന്നും താല്പര്യമില്ല, നമുക്ക് നന്നായിട്ട് ജീവിച്ചു പോകണം എന്നുള്ളൊരു ചിന്തയുള്ളത് കൊണ്ടാണ്. പക്ഷേ പിണറായി വിജയന്റെ നോട്ടപ്പുള്ളിയായിരുന്ന ഞാൻ, എന്നെ 19 ദിവസമാണ് ജയിലിൽ അടച്ചത്. ആ ജയിലിൽ കിടന്ന ഓരോ നിമിഷവും ഓരോ നിമിഷവും ഇയാൾക്കും കുടുംബത്തിനും ഇതിന്റെ ശിക്ഷ കിട്ടണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞങ്ങൾ 2 പേരും ഇരുന്നത്. അന്ന് എനിക്ക് ഓർമ്മയുണ്ട്,
എന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത് എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിലാക്കിയായിരുന്നു. അവിടെ ഞങ്ങളെ വിലങ്ങ് വയ്ക്കുകയോ സെല്ലിലടയ്ക്കുകയോ ഒന്നും ചെയ്തില്ല. പക്ഷേ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഓരോ അരമണിക്കൂർ കൂടുമ്പോഴും കോൾ വരികയാണ് പോലീസുകാർക്ക്. സംഭവം എന്താണ്? ഞങ്ങളെ സെല്ലിനകത്തേക്ക് അടച്ചിട്ടുള്ള ഫോട്ടോ എടുത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് അയക്കണം. നോക്കൂ, ഞങ്ങളെപ്പോലെയുള്ള തൃണം പിണറായി വിജയനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഞങ്ങളൊക്കെ വെറും പുൽക്കൊടിയുടെ വില പോലും ഇല്ലാത്തവരാണ്. ഞങ്ങളോട് ഇത്രയ്ക്കും പകയാണെങ്കിൽ എന്തിനാണ് സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും ഒക്കെ വിമർശിച്ചു എന്നതിൻ്റെ പേരിൽ അങ്ങനെ ഞങ്ങളെ 19 ദിവസം ജയിലിലടച്ചു. പിന്നെ നല്ലവരായ പോലീസ് ഉദ്യോഗസ്ഥർ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് കൂടുതൽ ദിവസം കിടക്കേണ്ടി വരാത്തത്. എൻ്റെ കയ്യിലുണ്ടായിരുന്ന പല സാധനങ്ങളും വാഹനവും ക്യാമറയും ഉൾപ്പെടെയുള്ള സാധനങ്ങളൊക്കെ എനിക്ക് ഇന്ന് തിരിച്ചു കിട്ടിയത്. അന്ന് എൻ്റെ കയ്യിലുണ്ടായിരുന്ന 9,030 രൂപ അത് ഇതുവരെ എനിക്ക് കോടതിയിൽ നിന്ന് തിരിച്ചു കിട്ടിയിട്ടില്ല. വർഷം 2.5 കഴിഞ്ഞു എന്ന് ഓർക്കണം. അതിനുശേഷം എൻ്റെ ഓഫീസ് DNA ന്യൂസ് തുടങ്ങുന്നു, ഓഫീസ് റെയ്ഡ് ചെയ്യുന്നു. 4.5 ലക്ഷം രൂപയുടെ സാധനമാണ് അന്ന് കടത്തിക്കൊണ്ടുപോയത്. അന്നും ഇതുപോലെ ഒരു വാലാട്ടി ഉണ്ടായിരുന്നു, SB ഷിബു എന്ന ഗ്രേഡ് SI. അപ്പോൾ അത് ഒരു വശത്ത്. പിന്നെ ക്രൈം നന്ദകുമാർ, അദ്ദേഹം പല അഴിമതികളും പിണറായി വിജയന്റെ തലയ്ക്ക് മുകളിൽ ഡെമോക്രസിന്റെ വാള് പോലെ തൂങ്ങിക്കിടക്കുന്ന ലാവ്ലിൻ കേസ് ഉൾപ്പെടെ പുറത്തു കൊണ്ടുവന്ന വ്യക്തിയാണ് TP നന്ദകുമാർ. ക്രൈം നന്ദകുമാർ സാറ്. അദ്ദേഹത്തെ 42 ദിവസത്തോളം ഒരു തവണ ജയിലിലടച്ചു. അദ്ദേഹത്തിന്റെ ഓഫീസിലെ CC ക്യാമറകൾ വരെ അഴിച്ചു കൊണ്ടുപോയി. അദ്ദേഹത്തിന്റെ ജീവനക്കാരുടെ വീടുകളിൽ പോലും പാതിരാത്രി പോലീസ് കയറി ഇറങ്ങി. അങ്ങനെ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയാണ് അന്ന് ചെയ്തത്. അങ്ങനെ നിരവധി പേരെ, എത്രയോ പേര്, സിർഷാദ് എന്ന് പറയുന്ന ഒരു വ്യക്തി, MP ഗോവിന്ദന്റെ മകനുമായി പണമിടപാട് നടത്തി കബളിപ്പിക്കപ്പെട്ട സിർഷാദ് എന്ന് പറഞ്ഞ വ്യക്തിയെ തമിഴ്നാട്ടിൽ നിന്ന്, ചെന്നൈയിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ്. 2 ദിവസം മാത്രമേ അദ്ദേഹത്തിന് റിമാൻഡിൽ കഴിയേണ്ടി വന്നിട്ടുള്ളൂ. അഡ്വക്കേറ്റ് KM ഷാജഹാൻ സാർ, ആ മനുഷ്യനെ DGPയുടെ ഓഫീസിൽ വെറുതെ സമരം കണ്ടുകൊണ്ടുനിന്ന് അദ്ദേഹത്തിനെയാണ് പിടിച്ച് ജയിലിൽ അടച്ചത്. അതിനുശേഷവും പിണറായി വിജയൻ പടിയിറങ്ങി പോകാൻ മാസങ്ങൾ മാത്രം നിൽക്കുമ്പോൾ എറണാകുളത്തുള്ള ഒരു സ്ത്രീയുടെ പരാതിയിൽ അദ്ദേഹത്തെ തിരുവനന്തപുരത്ത് നിന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയ സംഭവങ്ങളുണ്ടായി. മാർനാടൻ എന്തായാലും ജയിലിൽ കിടക്കേണ്ടി വന്നില്ല. പക്ഷെ അദ്ദേഹം അനുഭവിച്ചത് ചെറിയ കാര്യങ്ങളൊന്നുമല്ല. അദ്ദേഹത്തിന്റെ ഓഫീസിലെ ജീവനക്കാരുടെ വീടുകളിൽ പോലും, അവരുടെ ബന്ധു വീടുകളിൽ പോലും പോലീസ് കയറി ഇറങ്ങുന്ന ഒരു അവസ്ഥയുണ്ടായി. അങ്ങനെ എത്രയോ പേരെ, പിണറായി വിജയന്റെ പടം കണി കണ്ടുണർന്നിരുന്ന ഒരു SFI-കാരനുണ്ടായിരുന്നു, ജിഷ്ണു പ്രണോയ്. അവന്റെ അമ്മയെയാണ് തെരുവിലിട്ട് പിണറായി വിജയൻ അധികാരത്തിൽ കയറി ദിവസങ്ങൾക്കുള്ളിൽ അവിടെ DGPയുടെ ഓഫീസിൽ മുമ്പിലിട്ട് വലിച്ചിഴച്ചത്. വനിതാ CPO റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവർ, പുരുഷ CPO റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവർ, ആശാവർക്കർമാർ, അങ്ങനെ എത്രയോ പേർ സമരം നടത്തി. അതൊന്നും പിണറായി വിജയൻ കണ്ടില്ല എന്ന് നടിച്ചു. 22 ലോക്കപ്പ് മരണങ്ങൾ, അതായത് പോലീസുമായി ബന്ധപ്പെട്ട് ലോക്കപ്പിനകത്തും പുറത്തുമായിട്ട് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് നടന്നത് 22 ലോക്കപ്പ് മരണങ്ങളാണ്. അപ്പോൾ 22 മരണങ്ങളാണ് പോലീസുമായി ബന്ധപ്പെട്ട് അന്ന് നടന്നത്. അങ്ങനെ എത്രയോ പേർ, എണ്ണിയാൽ ഒടുങ്ങില്ല പിണറായി വിജയന്റെ ക്രൂരതകൾ അനുഭവിച്ചവർ. നവകേരള സർക്കിട്ടിനിടയിൽ ചെടിച്ചട്ടിയും ഹെൽമറ്റും കൊണ്ട് ഈ CPM DYFI ക്രിമിനലുകൾ തലയോട്ടി അടിച്ചു പൊട്ടിച്ചവരുണ്ട്. അതുപോലെ ആലപ്പുഴയിൽ ഗൺമാനും അംഗരക്ഷകനും തല്ലിപ്പൊട്ടിച്ചവരുണ്ട്. അങ്ങനെ എത്രയോ പേരെയാണ് ഈ കഴിവുകെട്ട ദുഷ്ടനായ മനുഷ്യൻ പീഡിപ്പിച്ചത്. അതിൻ്റെയൊക്കെ ശിക്ഷ. അതുകൊണ്ടാണ് ഞാൻ ഉൾപ്പെടെയുള്ളവർ ഇന്നലെ സന്തോഷിച്ചത്. ഞാൻ പലപ്പോഴും പറയാറുള്ളത് പോലെ ഞാൻ പറയുന്നു, പ്രപഞ്ചശക്തി എന്നൊരു ശക്തിയുണ്ട്. ആ പ്രപഞ്ചശക്തിയുടെ മുന്നിൽ ഒന്നും ഒളിക്കാൻ കഴിയില്ല. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം നമ്മൾ അനുഭവിച്ചേ മതിയാകൂ. അതുകൊണ്ട് തന്നെ പിണറായി വിജയന്റെ മകൾ വീണയ്ക്ക് 1 മാസമെങ്കിലും അല്ലെങ്കിൽ 1 ദിവസമെങ്കിലും ജയിലിൽ കിടക്കേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതൊരു പ്രപഞ്ച സത്യമാണ്.